ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണെന്ന് വെച്ചിട്ട് ഇതിന് ടേസ്റ്റിന് ഒരു മാറ്റമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാൽപ്പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങല്ലരിയാണല്ലേ എടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കുന്നത് ഈ ഒരു അരി വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന കൈമ അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി എന്നൊക്കെ പറയും. ജീരകശാല അരി കൊണ്ടും വെക്കാം കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടുള്ള അരിയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കൈമ അരിയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോഴത്തന്നെ ഇത് കുതിർന്ന് കിട്ടും. 15-20 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഏകദേശം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. കൈമ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞെരടിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഒരു അരി ഒരു 3 പീസൊക്കെ ആയിട്ട് പൊടിഞ്ഞ് കിട്ടും. പെട്ടെന്ന് കുതിർന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇതുപോലെ ആക്കുന്ന സമയത്ത് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതാ പായസത്തിലേക്ക് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പായസം വെക്കാനുള്ള കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണ് കേട്ടോ പായസം റെഡിയാക്കുന്നത്. പിന്നെ കുക്കറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കറിയൊന്നും വെക്കാത്ത കുക്കർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ആദ്യം ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ആ ഒരു പാലിൻ്റെ കട്ടിയായിട്ടുള്ള ഭാഗമൊക്കെ നമ്മൾ കുക്കറിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പായസത്തിലേക്ക് ആ ഒരു കട്ടി വേണ്ടത് കൊണ്ട് നമ്മളത് ഇതുപോലെ ഇളക്കിയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അതാ പാലിവിടെ തിളച്ച് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്ങി വന്ന സമയത്ത് ഞാനൊരു തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു കൈ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വരണം. തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഏറ്റവും ചെറിയ സ്റ്റൗവിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിസിലടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പാൽ ഇതിൽ വെച്ചാൽ വിസിലടിക്കാൻ പാടില്ല. വിസിലടിച്ചാൽ പാലൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ വിസിലടിക്കാതെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ചെറിയ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നത്. ചെറിയ അടുപ്പിൽ ഏറ്റവും ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വെക്കാം. 15 മിനിറ്റ് ആകുമ്പോഴേക്കും ചില കുക്കറൊക്കെ വിസിൽ വരാൻ നിൽക്കും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയാൽ മതി. അല്ലാത്ത നമ്മൾ ഓരോ കുക്കറിനെ അനുസരിച്ചിട്ടാണ് കേട്ടോ, കുക്കറിൻ്റെ വിസിലിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. വിസിലടിക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു സമയത്തായിട്ട് ഓഫ് ചെയ്യണം. അങ്ങനെ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞു ഓഫാക്കി. പിന്നെ ഒരു 10 മിനിറ്റ് കുക്കറിൽ അങ്ങനെ തന്നെ വെച്ചു, ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കംപ്ലീറ്റ് ആവി പോയതിന് ശേഷമാണ് ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പാലൊക്കെ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ മധുരം വേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഈ ഒരു ചൂടുള്ള പായസത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയുള്ള ഓണത്തിനും വിഷുവിനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പായസമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്